ഹലോ ഗായ്സ്, അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് നാലാമത്തെ എപ്പിസോഡിനെ കൂടി സംസാരിക്കണം നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോ നേരത്തെ ചെയ്യേണ്ടിരുന്നതാണ്, പക്ഷേ വൈഫ് ദിപ്പ വരും ലൈക്ക് പുലി വരും എന്ന് പറഞ്ഞ പോലെ വന്നില്ല. ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് അടിച്ചടിച്ച് പൊട്ടിക്കുക അങ്ങോട്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഉണ്ടല്ലോ, അതിലിപ്പോൾ 36 മത്സരാർത്ഥികളുണ്ട്. ആ 36 മത്സരാർത്ഥികൾക്കും കൂടി 4 ഗ്രൂപ്പുകളായിട്ട് അവർ ഡിവൈഡ് ചെയ്തു. 4 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അഖിൽമാരാര്, രഞ്ജിനി, റിയാസ് ആൻഡ് റനീഷ 4 ടീമാക്കി അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർ ഒരു ടാസ്ക് കൊടുക്കും. എല്ലാവർക്കും സെയിം ടാസ്ക്കാണ്, അതായത് 4 ഗ്രൂപ്പിനും ഒരേ ടാസ്ക്കാണ്. അപ്പോൾ ടാസ്കിൽ നിന്ന് അവർ ഗുഡ് പെർഫോമർ ആൻഡ് ബാഡ് പെർഫോമറെ ചൂസ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ടീം, അതായത് അഖിലിന്റെ ടീമിന്റെ ടാസ്ക് കഴിഞ്ഞിട്ട് അവർ ബാഡ് പെർഫോമറായിട്ട് ചൂസ് ചെയ്തത് ഷിബിന, ടാഷിയ, സബീറ, ഈ 3 പേരെയാണ് ബാഡ് പെർഫോമറായിട്ട് ചൂസ് ചെയ്തത്. അതുതന്നെ ഗുഡ് പെർഫോമറായിട്ട് ചൂസ് ചെയ്തത് ഷിജുവിന് മറ്റേ ഇൻഫിനിറ്റി പെന്നും കിട്ടി. അതും കഴിഞ്ഞ ടാസ്കിലും അവന് കിട്ടിയിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ അവനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ്റെ ഒരു പെർഫോമൻസും ഇതൊക്കെ. അപ്പോൾ അടുത്തത് റിയാസിന്റെ ടീമാണ് അടുത്ത ടാസ്കിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ അവർ മറ്റേ എന്തൊക്കെയോ കാട്ടി കൊണ്ടുണ്ടോ സത്യത്തിൽ. അവർ മറ്റേ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നോക്കുമ്പോൾ അവർ അത് പറ്റില്ല, ഇത് പറ്റില്ല, ഒരു ലൈക്ക് കോപ്പറായ അങ്ങനെയൊക്കെ തോന്നുന്നു. അതിൽ ബാഡ് പെർഫോമറായിട്ട് അവരെടുത്തത് പൂജ, അസിയാൻ, ജെറ്റി, ഇവർ 3 പേരാണ് ബാഡ് പെർഫോമേഴ്സ്. അതിൽ ഗുഡ് പെർഫോമറായിട്ട് വന്നത് രചന, അതും കഴിഞ്ഞു. നെക്സ്റ്റ് വന്നത് റനീഷയുടെ ടീം. അതിൽ തന്നെ ബാഡ് പെർഫോമറായിട്ട് വന്നത് അനഘ, അഫ്യാൻസ് ആൻഡ് സോന. ഇവർ 3 പേരും ബാഡ് പെർഫോമൻസ് ആണ്. അത് അവർ തന്നെ ചൂസ് ചെയ്തതാണ്. ഇതെല്ലാവർക്കും അവരുടെ ടീമിലുള്ളവർക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു റൈറ്റ് ജഡ്ജസ് കൊടുത്തിട്ടുണ്ട്. ജഡ്ജസ് അല്ല ചൂസ് ചെയ്യണത്, അവരുടെ താല്പര്യമാണല്ലോ. അവർ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിട്ട് അതിൽ ഗുഡ് പെർഫോമർ ഷിൻജിത്ത്. ഇനി രഞ്ജിൻ ടീമിൽ ഏറ്റവും മോശം പെർഫോമൻസ് കാണിച്ചു വെച്ചത് ശ്യാം, വർഷ, അനാമൻ. അതിൽ ഗുഡ് പെർഫോമർ പ്രവീൺ. അങ്ങനെ ഇവർ 4 ടീമിന്റെയും ടാസ്ക് കഴിഞ്ഞു. ഈ ബാഡ് പെർഫോമൻസ് ആയിട്ടുള്ളവർ നേരെ ഔട്ട് ഹൗസിൽ പോയിട്ട് അവിടെ ഇരിക്കും. അവർ ശരിക്കും എലിമിനേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പൊ അവർക്ക് എലിമിനേഷൻ സംഭവം ഉണ്ട്. അതിൽ ആരൊക്കെ പോവും ആരൊക്കെ പോവില്ല എന്ന് നമുക്ക് കാണാം. അപ്പൊ അതിലേക്ക് പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ളത് പൂജയാണ്. 2 ദിവസമായിട്ട് പൂജ ഭയങ്കര വെറുപ്പില്ല മാത്രമല്ല, ഇടക്കിടക്ക് രഞ്ജിനിയും അഖിലും നല്ല കൊട്ടുണ്ട്. അവിടെ വെറുതെ അവിടെ ഇരിക്കണ മറ്റുള്ള മത്സരാർത്ഥികളെ വെറുതെ ആയിട്ട് കൊട്ടിക്കൊണ്ടിരിക്കും, ചൊറിഞ്ഞുകൊണ്ടിരിക്കും. വല്ലാത്ത ചൊറി തന്നെ. എന്നിട്ട് ചൊറിച്ചില്ല തന്നെ. എന്നിട്ട് അവർ കൊട്ടും മേടിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോ ഒരാൾ കൈപൊക്കിയില്ല. അവരുടെ ടീമിൽ തന്നെ ഒരു അങ്ങാടിങ്ങാട് ഒരു സംസാരത്തിൽ തന്നെ എന്തോ മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പൂജ പോവാതിരുന്നത്. 3 കൈ വെക്കുന്ന സ്ഥലത്ത് 2 കൈ വെക്കി. അപ്പൊ പിന്നെ പോവില്ലല്ലോ. അങ്ങനെ പോകാത്തോണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് ഡിലേ വെച്ചു. അത് ഇന്നായി. അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ അവർ പോയി. അതവര് ജഡ്ജസ് നോട്ട് ചെയ്ത് വെച്ചൊരു സംഭവമാണ്. അങ്ങനെ പൂജ പോയി. അനഘ, അമൽ, അസിയ. അമ്മലിന്റെ അടുത്തൊക്കെ പറഞ്ഞു, അമ്മൽ മറ്റേ ഒരു ജിമ്മ് കാണിച്ചു തന്നവനാ. ഒരു കാര്യമില്ല. അവരുടെ പറഞ്ഞ തന്നെ ഇറങ്ങി അങ്ങോട്ട് ഓടി. എന്തിനാ വന്നത്? അവന്റെ ഈ അറഗൻസ് കാണാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. ജഡ്ജസിന് ഇവൻ പോയാൽ വേറെ ആൾക്കാർ വരും. അവൻ വിചാരിച്ചത് അവൻ മാത്രമുള്ളത്. അവൻ വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കയറി നേരെ ടൈറ്റിൽ അടിക്കാന്ന് വിചാരിച്ചത്. ആദ്യം ഇവിടെ മര്യാദക്ക് നല്ല ബിഗ് ബോസ് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോൾ ഗുഡ് ബൈ.